ഈ ഒരു ഫിഷ് ടാങ്കിലെ വെള്ളം ഗ്രോ ബെഡിലേക്ക് പോകുന്നതും ഗ്രോ ബെഡിൽ നിറഞ്ഞ വെള്ളം ഫിഷ് ടാങ്കിലേക്ക് വരുന്നതും ഒരേ പൈപ്പിലൂടെയാണ്. ഒരേ പൈപ്പിലൂടെ ഫിഷ് ടാങ്കിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഫിൽട്രേഷൻ നടക്കുമോ എന്നാണ് പലരുടെയും സംശയം. യാതൊരു സംശയം വേണ്ട, നല്ല രീതിയിൽ തന്നെ ഫിൽട്രേഷൻ നടക്കും. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അമോണിയ അടങ്ങിയ വെള്ളം ഗ്രോ ബെഡിലുള്ള ബാക്ടീരിയകൾ നൈട്രേറ്റും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഫിഷ് ടാങ്കിലെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കുടിവെള്ളം പോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം വേണമെന്നില്ല. മത്സ്യങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥയ്ക്കുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും നടക്കും. അതല്ല, ഇനി ഒരുപാട് ബക്കറ്റുകൾ അല്ലെങ്കിൽ ഡ്രമ്മുകൾ വെച്ച് പല മീഡിയകൾ നിറച്ച് ഫിൽട്രേഷൻ വെച്ചാലും ഈ അമോണിയ അടങ്ങിയ വെള്ളം തന്നെയാണ് ഇതിൽ കെട്ടിക്കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സോളിഡ് പാർട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡ്രം ഫിൽറ്ററൊക്കെ വെച്ച് ആദ്യം തന്നെ റിമൂവ് ചെയ്തിട്ടുള്ള വെള്ളം ആണ്